ഹലോ, നിങ്ങളിൽ ആരെല്ലാം ഇൻകോഗ്നിറ്റോ ടാബ് വഴി ബ്രൗസ് ചെയ്യുന്നവരാണ്? നിങ്ങൾ ഇൻകോഗ്നിറ്റോ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ബ്രൗസർ ഉപയോഗിച്ചോ ബ്രൗസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി ആ ഡിവൈസിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടേക്കാം. എന്നാൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്ക് നിങ്ങൾ സെർച്ച് ചെയ്ത സൈറ്റുകൾക്ക് എല്ലാം നിങ്ങളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി എടുക്കാൻ പറ്റും. നിങ്ങൾ ഇൻകോഗ്നിറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് സീക്രട്ട് ബ്രൗസർ വഴി ബ്രൗസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി സേവ് ചെയ്യപ്പെടില്ല. എന്നാൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്ക് നിങ്ങൾ സെർച്ച് ചെയ്ത സൈറ്റുകൾക്ക് എല്ലാം നിങ്ങളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി എടുക്കാൻ സാധിക്കും. അതെങ്ങനെ ഡിലീറ്റ് ചെയ്യണം എന്നറിയാമോ? അപ്പം നോക്കാം. നിങ്ങൾ ബ്രൗസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രൗസറിൽ എന്തൊക്കെയാണ് സേവ് ചെയ്യപ്പെടുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. നിങ്ങൾ ബ്രൗസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രൗസറിൽ സേവ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ബ്രൗസർ ഹിസ്റ്ററി, നിങ്ങളുടെ ക്യാഷെ, നിങ്ങൾ ക്രാക്ക് ചെയ്യുന്ന കുക്കീസ്, നിങ്ങൾ ഒരു സൈറ്റിൽ ഫില്ല് ചെയ്യുന്ന ഫോമുകൾ, നിങ്ങളുടെ ഡേറ്റ, ഈ 4 കാര്യങ്ങളാണ് നിങ്ങളുടെ ബ്രൗസർ സേവ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇൻകോഗ്നിറ്റോയിലും സേവ് ചെയ്യുന്നത്. എന്നാൽ ഇൻകോഗ്നിറ്റോ ഇതൊരു ടെമ്പററി ഫോൾഡറിൽ സേവ് ചെയ്യുകയും ഇൻകോഗ്നിറ്റോ മോഡ് ഓഫ് ചെയ്യുമ്പോൾ ഈ ടെമ്പററി ഫോൾഡർ നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ ടെമ്പററി ഫോൾഡർ നിങ്ങളുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്കും നിങ്ങളുടെ സൈറ്റുകൾക്കും ലഭ്യമാവും. അപ്പോൾ അതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങൾ ഇൻകോഗ്നിറ്റോ വഴി എന്തെങ്കിലും ബ്രൗസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാൻ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ഈ സ്ക്രീനിൽ കാണുന്ന സാധനങ്ങൾ അതേപടി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് DNS ലുക്കപ്പ് എന്ന് പറഞ്ഞൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ക്ലിയർ ഹോസ്റ്റ് ക്യാഷെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി എല്ലായിടത്തുനിന്നും ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇനി പേടിയില്ലാതെ ബ്രൗസ് ചെയ്തോട്ടോ.